ചന്തുകുട്ട ഏത് പാട്ടാ? കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ്? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെന്തിനാ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരയാതെ? അമ്മ എപ്പോഴും കരഞ്ഞോണ്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയല്ല, അമ്മയ്ക്ക് അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാ, പണ്ട് തൊട്ടേ കേൾക്കുന്ന പാട്ടാണ്. ബാക്കി കഥകളൊക്കെ അമ്മ പറഞ്ഞുതരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിങ്ങലാണ് ഈ പാട്ട്. കരയാതെ കണ്ണുറങ്ങ് ഈ പാട്ട് മോളുടെ ഒരു ജീവിതമായിട്ട് വളരെ ഒരു ബന്ധമുള്ള പാട്ടാണത്. അതെ അതെ. അതെന്താ അങ്ങനെ സാർ? അതൊരു മോളൊരു 6 മാസം പ്രായമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഒരു അസുഖം അല്ലാണ്ട് ദൈവം തന്നൊരു മോളാണ്. അപ്പൊ നമ്മള് ഒരുപാട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 2 ദിവസം മുന്നേ പനി ഉണ്ടായിരുന്നു. ഒത്തിരി സമയമായിട്ട് ഉണരാണ്ടായപ്പോ ഒരുപാട് തവണ വിളിച്ചു നോക്കിയിട്ടും ഒരു അനക്കവും ഉണ്ടായില്ല. കണ്ണ് തുറക്കുന്നില്ല. നമ്മൾ കുറേ വെള്ളമൊക്കെ കുടഞ്ഞൊക്കെ നോക്കിയിട്ടൊന്നും എണീക്കുന്നില്ല. ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഓട്ടോ, പ്രദീപേട്ടൻ്റെ ഓട്ടോ വിളിച്ച് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ താലൂക്ക് ഹോസ്പിറ്റൽ കൊയിലാണ്ടി കൊണ്ടുപോയി. അപ്പോഴാണ് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. മോള് ഞാൻ വിചാരിച്ചു ഉണരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ അപ്പോഴേക്കും ന്യൂമോണിയ ആയിപ്പോയി. ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വല്ലാതെ ഇതായിട്ട് ഒരു പൾസ് ഒരു അത്രയും ലോ പൾസ് അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയിരുന്നു. ഞങ്ങളങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എന്താ പറ്റിയത് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ അവിടുന്ന് ഡോക്ടേഴ്സ് എമർജൻസി ആയിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിലെത്തി. അവിടുന്ന് ICU, അതിനുശേഷം വെന്റിലേറ്റർ. അങ്ങനെ വെന്റിലേറ്റർ ആവാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചിട്ട് എന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, ഇവിടെ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളോട് നേരിട്ടങ്ങ് പറഞ്ഞു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പിന്നീടുള്ള ഒരു 10-15 ദിവസം അത് വെന്റിലേറ്ററിൽ ഇങ്ങനെ ഒരു ചലനവും ഇല്ലാതെ നമ്മൾ ഒന്ന് എടുക്കാനോ ഒന്ന് ആ ചിരിയൊന്ന് കാണാനോ ഒന്ന് കളി കാണാനൊക്കെ കൊതിച്ചു പോയ സമയം. നോക്കിയിരിക്കുക. സാറ് പറഞ്ഞു, ഈ പൾസ് ഇത് നിങ്ങൾ ഏത് ദൈവത്തിനാണോ നിങ്ങൾക്ക് വിളിക്കാനുള്ളത് അത്രയും വിളിച്ചോളൂ, ബാക്കി എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചു, എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, കരഞ്ഞു ഒത്തിരി. അപ്പോൾ ആ 15-16 ദിവസങ്ങൾ ഇന്നും നമുക്ക് ഓർക്കുമ്പോൾ അതൊരു വിങ്ങലാ. എന്തായാലും 15 ദിവസത്തിന് ശേഷം ചെറുതായിട്ട് മെഡിസിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് തിരിച്ചു വലിയ സംഭവമാണ്. വേറൊന്നുമല്ല, നമ്മളെ വിട്ടുപോയതിനു ശേഷം തിരിച്ചു വന്ന ഒരു പുനർജന്മം. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ പോലും ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ട് ഇവിടെ തട്ടി വിളിച്ചുണർത്തിയിട്ട് എടുത്തോണ്ടൊക്കെ നടക്കും. ഈ പാട്ട് വെച്ചിട്ട് നമ്മൾ ഉറക്കുക. ഈ പാട്ട് കേൾക്കുമ്പോ അത് ഒരു വിങ്ങലാ എപ്പോഴും. ഒരു സ്റ്റോറി. ഓക്കെ ചന്തുകുട്ടാ, അപ്പൊ നല്ല സെലക്ഷൻ. കാരണം ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു പാട്ട്, സാഗരം സാക്ഷി. ഇതിന്റെ മ്യൂസിക് നമ്മുടെ സ്വന്തം അണ്ണാച്ചിയാണ് അല്ലേ? അതുപോലെ എഴുതിയതാരാ? കൈതപ്രം. പിന്നെ പാടിയത് ചിത്രാമ്മന്റെ വെർഷനാ പാടുന്നത്. 1994 ഇയർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോ അടിച്ചു പൊളിക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്,
മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കിളിപ്പാട്ടു കൊഞ്ചേണം കരയാതെ കണ്ണുറങ്ങ ആതിര കുഞ്ഞുറങ്ങ. നൈസ് മോളെ, നൈസ് നൈസ് നൈസ്, ഗുഡ് ഗുഡ്. ചന്തുകുട്ടാ എന്തിനാ കരയുന്നേ? അതെ, പോയ കാലങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത്. ഇനി വരാൻ പോകുന്ന കാലങ്ങളെ ഓർത്ത് നമ്മൾ ആസ്വദിക്കുക, ആഹ്ലാദിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, മോൾ പാടിയത് വെച്ചിട്ട് നന്നായിട്ട് കുറേ ഭാഗങ്ങള് അതിമനോഹരമായിട്ട് പാടിയായിരുന്നു. മോക്ക് ഈ താഴത്തെ പോർഷനാണ് ഏറ്റവും തരരാരി താരരാരി ആദാനി സരി ചറ്റ. ആ പോർഷനാണ് കുറച്ച് പ്രശ്നം. പിന്നെ കണ്ണെഴുതി അവിടെ അതും പദനീസ ആ നോട്ടാണ് മോക്ക് എത്തുന്നില്ല. വേറെ കുറേ സ്ഥലങ്ങൾ കൈ വളരാൻ പദമായിരം വേണം, അതൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. മഴവിൽ കൊടിയാലെ പാവാട, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബി ഹാപ്പി. ദൈവം അതിൽ നിന്ന് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചില്ലേ? ദൈവം വേറെ എന്തോ വലിയ എന്തോ കാര്യം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഹരിചന്ദനയ്ക്ക്. അതുകൊണ്ടാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.